അതെ, ഇപ്പോഴേ ഇപ്പോൾ ഉണ്ടല്ലോ, സമയം ഒരു 7 മണിയായിട്ടുണ്ട് കേട്ടോ. എൻ്റെ സ്വന്തം നാട്ടിൽ വഴിവിളക്കുകളൊന്നും തന്നെ അണഞ്ഞിട്ടില്ല കേട്ടോ. അണയണോ വേണ്ടയോ എന്ന് ആലോചിച്ച് അങ്ങനെ നിൽക്കുകയാണ്. ഓരോ പോസ്റ്റിന്മേലും വിളക്കുകൾ അത്രയും. അപ്പോഴേ നമുക്ക് ഇന്നത്തെ ദിവസം അങ്ങോട്ട് ആരംഭിച്ചാലോ? ആദ്യമേ സൊസൈറ്റി വരെ ഒന്ന് വന്നിട്ട് ഒരിത്തിരി പാല് വാങ്ങാം കേട്ടോ. നല്ല രുചിയോടും ടേസ്റ്റോടും കൂടിയൊക്കെ ചായ കുടിക്കണ്ടേ നമുക്ക്? അതിനായിട്ട് നമ്മളിതാ 1 ലിറ്റർ പാലൊക്കെ മേടിച്ചു. എൻ്റെ മയിൽ വാഹനത്തിലൊക്കെ വെച്ചിട്ടേ നമ്മൾ തിരിച്ചതാ വീണ്ടും ഇവിടെ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. മഴയൊക്കെ ഇന്നലെ ചെറുതായിട്ട് ചാറിയിട്ടുണ്ട്, അതിൻ്റെയൊക്കെ അറിയാനുമുണ്ട്. നമ്മുടെ കൊട്ടാരത്തിലോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ ഇത്. ഒരു 9:30 ആകുമ്പോഴത്തേക്കിനും എൻ്റെ ഈ പുഷ്പക വിമാനം ഇതിലെ വീണ്ടും എടുത്തുകൊണ്ട് വരണമല്ലോ എന്ന് ആലോചിച്ചപ്പോൾ ഇവിടെ തന്നെ വെച്ചിട്ട് വീട്ടിലോട്ടങ്ങ് പോകാമെന്ന് കരുതി. പിന്നെ ഉദ്യോഗത്തിന് പോകാനായിട്ട് വരുമ്പോഴേ ഈ റോഡിൽ നിന്ന് എടുത്തുകൊണ്ടങ്ങ് പോയാൽ മതിയല്ലോ. അങ്ങനെ നമ്മൾ പാലൊക്കെ വാങ്ങിയിട്ട് നേരെ വീട്ടിലോട്ട് വരുന്നുണ്ട് കേട്ടോ. ഇന്നത്തേക്ക് കുറച്ച് പാല് ബാക്കിയുണ്ടായിരുന്നു. രാവിലെ നമ്മൾ അതുകൊണ്ട് ചായ ആക്കിയിട്ടോ. ഈ വാങ്ങിയ പാല് നാളത്തേടം കഴിഞ്ഞിട്ടൊക്കെയാണ്, നാളത്തേടോ അതിന് മുമ്പോട്ടുള്ള ദിവസങ്ങളിലേക്കൊക്കെയാണ് കേട്ടോ. അപ്പോൾ പാലൊക്കെ ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നീണ്ട ഒരു പ്രയത്നം തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെ തന്നെ നമ്മൾ ലഞ്ച് തയ്യാറാക്കി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ലഞ്ചിലെ സ്പെഷ്യൽ ഐറ്റംസൊക്കെ കാണണ്ടേ? അപ്പോൾ അങ്ങോട്ട് തുടങ്ങിയാലോ? കല്യാണി അമ്മയെ അവിടെ ഒരുക്കി നിർത്തിയിട്ട് ഞാൻ നമ്മുടെ കലാപരിപാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വാട്ടിയ വാഴയിലയിലോട്ട് നല്ല ചൂട് ചോറ് അങ്ങോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. 2 ദിവസം കൊണ്ട് നമ്മൾ വെള്ളച്ചോറാണ് വെക്കുന്നത്. കുത്തരി ചോറ് വെക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് ആദ്യമുള്ള കൂട്ടാൻ എന്താണെന്നറിയോ? നല്ല 1-ാം തരം പുളിശ്ശേരി കേട്ടോ. അങ്ങനെ കൊണ്ടുപോകാനുള്ള പാത്രത്തിലോട്ട് പുളിശ്ശേരി പകർന്നങ്ങോട്ട് എടുക്കുന്നുണ്ട്. ഇന്ന് വിഭവസമൃദ്ധമായ ഊണൊന്നും അല്ല കേട്ടോ. പിന്നെ ഉള്ളത് ഒരിത്തിരി ക്യാബേജ് തോരനാണേ. ക്യാബേജ് തോരൻ വെച്ചിട്ട് കുറേ ആയി കേട്ടോ. പുളിശ്ശേരിയുള്ള ദിവസങ്ങളിൽ ക്യാബേജ് തോരനോട് വെക്കുമ്പോൾ എന്തോ ഭയങ്കര സന്തോഷമാണ്. അത് രണ്ടും എന്തൊരു നല്ല കോമ്പിനേഷനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കൂടെ ഇച്ചിരി ഉണക്കമീൻ പൊരിച്ചതുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇന്നിപ്പോൾ എൻ്റെ അടുത്ത് ഉണക്കമീൻ പൊരിച്ചതൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ കറിയായിട്ടുള്ളത് ഒരിത്തിരി ചിക്കൻ കറി കേട്ടോ. അത് ഇന്നലെ വൈകിട്ട് നമ്മുടെ ആ ഉണക്കച്ചീനിയുടെ കൂടെ വേവിച്ച ചിക്കൻ കറിയാണ്. അത് കുറച്ച് ബാക്കിയിരുന്നത് നമ്മൾ ഇന്ന് രാവിലെ ഒന്ന് ചൂടാക്കിയൊക്കെ എടുത്തതാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ കറികളും ചോറും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പുളിശ്ശേരിയും ചിക്കൻ കറിയും ക്യാബേജ് തോരനും ഒക്കെ ആയിട്ട് നമ്മുടെ ഊണ് സെറ്റാക്കാൻ പോവാണ് കേട്ടോ. ആദ്യം ചിക്കൻ കറി പാത്രം അടച്ചു വെച്ചു. പിന്നെ പുളിശ്ശേരി പാത്രം അടയ്ക്കാൻ പോയപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി കേട്ടോ. ഇത് കണ്ടോ, പാത്രത്തിൻ്റെ അടപ്പുണ്ടല്ലോ, ഇങ്ങനെ പൊട്ടിയൊക്കെ ഇരിക്കും കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇതിൽ പുളിശ്ശേരി കൊണ്ടുപോയാൽ എൻ്റെ ബാഗ് നിറയെ പുളിശ്ശേരിയുടെ ആറാട്ടായിരിക്കും കേട്ടോ. അതുകൊണ്ടേ ഞാൻ ഈ ഒരു ചെറിയ ടിന്നിൽ പുളിശ്ശേരി എടുത്തിട്ടുണ്ട്. പൊതുവേ ഞാൻ പ്ലാസ്റ്റിക് പാത്രത്തിലാണ് കറികളൊന്നും കൊണ്ടുപോകാറില്ല. പിന്നെ ഇന്നങ്ങ് എടുത്തു. അപ്പോൾ നമ്മുടെ ലഞ്ചൊക്കെ ഇവിടെ തയ്യാറായിട്ടുണ്ട്. പിന്നെ നമ്മുടെ ജോലി സ്ഥലത്തോട്ടുള്ള ഓട്ടപ്പാച്ചിലൊക്കെ ആയിരുന്നു. ഒഴിവു സമയങ്ങളിൽ വായിക്കാനായിട്ട് ഞാൻ എൻ്റെ പുസ്തകവും പൊക്കിയെടുത്തുകൊണ്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇന്നത്തെ ഉദ്യോഗവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നേരെ വൈകുന്നേരം കുറച്ച് നേരത്തെ ഇറങ്ങി കേട്ടോ. അപ്പോൾ വരുന്ന വഴിക്ക് നമ്മുടെ വരമ്പിലൊന്ന് കയറി. അവിടെ ഒരു ചായക്കടയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഒരു ഉഴുന്നുവടയും ഒരു ഗ്ലാസ് ചായയും ഒക്കെ കുടിക്കാമെന്ന് അങ്ങോട്ട് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഒരു ഗ്ലാസ് ചായയൊക്കെ വാങ്ങിച്ചു, ഒരു ഉഴുന്നുവട വാങ്ങിച്ചു. എന്നിട്ട് ഞാൻ ഇവിടെ വന്ന് നിന്നിട്ടേ ചായയൊക്കെ കുടിച്ചു കേട്ടോ. നമ്മുടെ വരമ്പിൻ്റെ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ചു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഒരു 3 ഉഴുന്നുവട പാഴ്സലും മേടിച്ച് ഞാൻ നേരെ വീട്ടിൽ വന്നു കേട്ടോ. പിന്നെ ഇന്ന് പ്രത്യേകിച്ച് ജോലിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. കുറച്ച് സമയം നമ്മുടെ ബുക്സൊക്കെ ഒന്ന് വായിക്കണം. പിന്നെ ബാക്കി കാര്യങ്ങളിലോട്ടൊക്കെയും കിടക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ.